അമ്മ പേര് കൊടുത്തില്ല. പുള്ളി അദ്ദേഹം ബോംബെയിൽ പഠിപ്പിക്കുകയായിരുന്നു. ഫ്രോം ചിന്മയ മിഷൻ. ചിന്മയ മിഷൻ ആണ്. അതിനുശേഷം ആശ്രമത്തിൽ ചേർന്ന് സന്യാസിയായില്ലേ? ഇല്ലായിരുന്നു. അല്ല, ബോംബെ ചിന്മയ മിഷൻ ആണ് മഞ്ഞവേഷം കൊടുത്തിട്ട് പേര് കൊടുത്തു. അമ്മ കൊടുത്തിട്ടില്ല. യഥാർത്ഥത്തിൽ പുറമേക്കുള്ള പേര് ചന്ദ്രു തന്നെയായിരുന്നു. ചന്ദ്രു പിന്നെ അധ്യാത്മ ചൈതന്യ ആയിരുന്നു ചിന്മയ മിഷന് പേര് കൊടുത്തു. എവിടെയാണ് ചന്ദ്രു ഉള്ളത്? എനിക്കറിയില്ല. ആദ്യത്തെ ഫോറിൻ ടൂറാണ്. പ്രശ്നം വന്നപ്പോ അമ്മ പുറത്തേക്കാക്കി. അയാളെ തള്ളിവിട്ടു. പിന്നെ എന്താണ് സംഭവിച്ചത്? അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ ഇൻഡൾജ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മ അവർക്കെതിരെ ആക്ഷൻ എടുക്കുന്നു എന്ന് വ്യക്തമായില്ലേ? മനസ്സിലായി. By this example, you can understand that Amma is ready to take actions. Who crossed the limit? വ്യത്യാസമുണ്ട്. അദ്ദേഹം അത്ര സ്വന്തമായിട്ട് ഒരു മകനായിട്ട് ഈ ബാബു മറ്റേ ആൾക്കാര് അത്ര ബന്ധമില്ലായിരുന്നു. മനസ്സിലായി. അമ്മ കൂടുതൽ ഈ മറ്റ് സ്വാമിമാരോട് അമ്മ കൂടുതൽ അറ്റാച്ച്മെന്റും ബന്ധമും സ്വന്തം മകനെ പോലെ ആയിട്ട്. ചന്ദ്രു ആണ് ഒരു പുറത്തൊരു വ്യക്തി. കാരണം ചിന്മയ മിഷനാണ് പഠിച്ചു. സോ അത്ര അമ്മയ്ക്ക് ആത്മാർത്ഥമില്ല ചന്ദ്രുവിനോട്. മറ്റു മനസ്സിലായി. ആ പുസ്തകത്തിൽ ബാലു, അതായത് അമൃത സ്വരൂപാനന്ദയ്ക്കൊപ്പുറത്ത് വേറെ പല ആൾക്കാർക്കെതിരെയും ഗെയിൽ ആരോടും ഉന്നയിക്കുന്നുണ്ട്. അതിലൊരാൾ റാവു ആണ്. ആരാ റാവു? അമൃതാത്മാനന്ദ സ്വാമി. ഇപ്പൊ എവിടെയുണ്ട് അദ്ദേഹം? ആശ്രമത്തിലുണ്ട്. അവിടെയുണ്ട്. റാവുവിനെതിരെ ഇതേ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ബാലുവിനെതിരെ അമൃത സ്വരൂപാനന്ദയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന അതേ ആരോപണമാണ് റാവുവിനെതിരെ ഉപയോഗിച്ചിരിക്കുന്നത്. സെയിം അക്യൂസേഷൻസ്. അതായത് അമ്മയുമായിട്ടൊരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളതാണ് റാവുവിനെതിരെയും താങ്കൾ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? രാത്രിയില് റാവു എപ്പോഴും വിളിച്ചു വരും അമ്മയുടെ മുറി. അമ്മയുടെ റൂമിന്റെ ഒരു താക്കോൽ റാവു നമുക്ക് കൊടുത്തിരുന്നു. അപ്പൊ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് റാവു താക്കോൽ വെച്ച് അമ്മയുടെ മുറി കയറി കഥടിക്കും വീട്ടിക്ക്. ഐ ഹവ് നോട്ട് ഡയറക്ട്ലി അക്യൂസ്ഡ് റാവു ഓഫ് ദിസ്. ഐ ജസ്റ്റ് സെഡ് മിക്കവാറും ഉണ്ടാവും. ഞാൻ എഴുതിയിട്ടുള്ളൂ റാവുവിന്റെ കാര്യം. ആ പുസ്തകത്തിൽ പറയുന്നത് അതായത് ആണുങ്ങൾക്ക്, പുരുഷന്മാർക്ക് കൺസിഡറേഷൻ ആശ്രമം സ്ത്രീകൾക്ക് കിട്ടിയിട്ടില്ല അല്ലെ? അങ്ങനെയാണ് ഗെയിൽ പറയുന്നത്. I think that's Indian culture, or the patriarchal society. പെട്രിയാർക്കൽ സൊസൈറ്റിയിലാണ് ഗെയിൽ. മാതാ അമൃതാനന്ദമായി അല്ലെ സുധാമണി എന്നുള്ള പെൺകുട്ടി